വയലോരം വീട്ടിൽ ജപ്തി നോട്ടീസ് എത്തുന്നു. ജപ്തി നോട്ടീസാ? അയ്യോ ദൈവമേ, പരുത്തിക്കാവിലമ്മേ. ജപ്തിയുടെ പേരിൽ ബാലനും രവിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. 30 ദിവസം മുന്നിൽ ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോഴാ ഇനി 7 ദിവസം കൊണ്ട്. എടാ, നീ എന്താ കൂടുതൽ പ്രസംഗിക്കുന്നത്? നിനക്ക് മാത്രമല്ല തെണ്ണം, എനിക്കും തെണ്ണുണ്ട്. എനിക്ക് കുറച്ച് തെണ്ണം കൂടുതലുണ്ടെന്ന് കൂട്ടിക്കോ. അയ്യോ, എനിക്ക് കിട്ടേണ്ടിരുന്ന വീടല്ലേ ഇപ്പൊ ബാങ്കുകാർ കൊണ്ടുപോകും. ഈ വീട് ജപ്തിയായി പോയാ അതിന് നഷ്ടം നമുക്കാ. ജപ്തി എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് മനസ്സജൻ മതികരയോട് ആവശ്യപ്പെടുന്നു. അങ്ങനല്ല മതി. ഒരു മരം വീഴുമ്പോ അതിൽ താമസിച്ചിരുന്ന കിളികൾ പല ദിശയിൽ പല മരങ്ങളിലായി കൂടുകൂട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇവിടെയും എല്ലാവരും 4 വഴിക്കാവും. ഞാൻ ഈ സിജന്റെ കൂടെ പുറത്തു പോയിട്ട് വരുമ്പോഴൊക്കെ സീതയുടെ ഒരുമാതിരി നോട്ടവും മുക്കലും മൂളലും ഒക്കെയാ, ഏതാണ്ട് അർത്ഥം വെച്ച്. അതോടെ മതികലയുടെ മനസ്സിൽ സീതയെ വയലോരം വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള വഴി തെളിയുന്നു. എന്ന് കരുതി ഞാൻ തുടർന്ന് കാണുക. സീതയെടുത്തി കൊണ്ട് മതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ബാലേട്ടനോട് സംസാരിക്കാം. ബാലേട്ടൻ സീതയെടുത്തി കൊണ്ട് മാറി താമസിക്കട്ടെ. അയ്യോ രവിയേട്ട, അതൊന്നും വേണ്ട. ബാലേട്ടൻ ഇപ്പോ പെട്ടെന്ന് എവിടേക്ക് പോവാനാ? എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് എന്റെ മതിയുടെ മനസമാധാനം വലുത്. അതിനു വേണ്ടി ഇവിടുന്ന് ആരെ വേണമെങ്കിലും ഇറക്കി വിടും. എന്റെ പൊന്നെ, ഈ നെഞ്ചു വിരിച്ചുള്ള നിൽപ്പ് കാണുമ്പോ എനിക്ക് രവിയേട്ടനോടുള്ള ഇഷ്ടം അങ്ങ് കൂടുക. ഞാൻ കരുതിയതുപോലൊന്നും അല്ല, ഒരു പുലിക്കുട്ടി തന്നെയാ രവിയേട്ടൻ. എന്റെ മതി എന്നെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശരിക്കും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാ ഞാൻ ശരിക്കും ഒന്ന് ഒതുങ്ങിയത്. പണ്ടൊക്കെ ഞാൻ എത്ര പ്രശ്നക്കാരനായിരുന്നെന്നറിയാമോ? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരുത്തിനെ കോമ്പസ് കൊണ്ട് കുത്തിയതിന് പോലീസ് കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. ആണോ? ആ, പിന്നല്ലാതെ. ഇപ്പൊ പിന്നെ ഞാനങ്ങ് ക്ഷമിക്കുക. പോട്ടെ പോട്ടെന്നങ്ങ് വെക്കുവല്ലേ. എന്തായാലും രവിയേട്ടൻ ഭയങ്കര ഒരു സംഭവം തന്നെ. എനിക്ക് എന്റെ ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോ അഭിമാനം കൂടുക. രാഹുകാലാകാറായി, രവിയേട്ടൻ ഇറങ്ങാൻ നോക്ക്. ഞാൻ പിന്നെ എന്റെ ഇഷ്ടം കൊണ്ടങ്ങ് പിടിച്ചു നിർത്തുക. പിന്നെ രവിയേട്ടാ, ഓരോരോ കാര്യങ്ങൾ രവിയേട്ടൻ പറയുമ്പോഴേ സത്യത്തിൽ എനിക്കങ്ങ് പേടിയാവുക. എന്റെ ദേഷ്യക്കാരൻ ആരോടും വഴക്കിനൊന്നും പോവല്ലേ? ഇല്ല പൊന്നേ. അപ്പൊ ശരി, രവിയേട്ടൻ പോയിട്ട് പോവാൻ മനസ്സ് വരുന്നില്ല മതി. എന്നെ കരയിക്കില്ലേ രവിയേട്ടാ? എന്റെ ചെക്കൻ പോയിട്ട് ശരി. അഞ്ചാം ക്ലാസ്സും കോമ്പസും കഷ്ടം. ഹലോ, എന്താടാ, എന്താ നീ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? എന്താ തമിഴ്നാട്ടിൽ നിന്ന് പുതിയ വല്ല ടെൻഷനും? ഏയ് ഇല്ല, ഒന്നുമില്ല മതി. നീ എന്നിൽ നിന്ന് എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല മതി. ഇല്ല മതി. നാളെ ഉണ്ടുമതി എന്ന ആവരുത് മനസ്സിച്ച കഥ. ഇല്ല, ഒന്നുമില്ല. അതല്ല, നമ്മുടെ ഈ പോക്ക് എവിടെ വരെ എന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ. യുദ്ധം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതിനു മുമ്പ് ഇത്തരം ചിന്തകളോ? കം ഓൺ മാൻ, ബി ബ്രേവ്, ബി ആക്റ്റീവ്, ബി അഡ്വഞ്ചറസ്. നീ മതികലെ കണ്ട് പഠിക്കും മനസ്സിച്ച. ഐ ആം ഓൾവേസ് ബെലിജുറൻ, എപ്പോഴും യുദ്ധസന്നദ്ധ. മുമ്പിൽ കാണുന്ന കളങ്ങളും കരുക്കളും തലകളും വെട്ടി മുമ്പോട്ട് കുതിക്കുവോ നമ്മൾ. അതിനിടെ പിന്നോട്ടൊരു നോട്ടമില്ല, പിൻവിളിയുമില്ല. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വിട്ട് നീ എന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ നോക്കടാ. നന്നായി ജീവിക്കണമെങ്കിൽ. അല്ല, നന്നായിട്ടൊന്നല്ല, ജീവിക്കണമെങ്കിൽ നിനക്കതേ പറ്റൂ. രവിയേട്ടൻ എറണാകുളത്തിനാ പോയേക്കുന്നത്. മിക്കവാറും 2 ദിവസം കഴിഞ്ഞേ വരൂ. എന്തായാലും ഇന്ന് വരില്ലെന്ന് ഉറപ്പാ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ.
ഇന്ന് രാത്രി നിന്റെ മുറിയിൽ ഞാൻ വരുമെന്ന്. മതി, അത് വേണോ? വേണം. മതി. ഓരോ തവണയും നമ്മൾ രക്ഷപ്പെടുന്നത് തലനാഴേക്കാ. സീതയെടുത്ത് എന്തൊക്കെ കെണി ഒരുക്കി വെച്ചിട്ടുണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. അവര് വെല്ലുവിളിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇത്രയും വാശി. വാസ്തുവിന്റെ പേരിൽ ആ വാതിലടപ്പിച്ച് നമുക്ക് വഴിമുടക്കിയതിന് പിന്നിൽ അവരുടെ ആളാണോ അന്ന് വന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. മതി, ഇനി നീ ആ മുറി വരണമെങ്കിൽ മുറ്റത്തൂടെ വരണ്ടേ? അതും ആ കിണറിനടുത്തൂടെ. കിണറിനകത്തെന്താ അനാക്കൊണ്ടയുണ്ടോ? ഒന്ന് പോടാ. മതി, അന്നൊരു ദിവസം വന്നിട്ട് നിനക്ക് അകത്ത് കയറാൻ പറ്റിയില്ലല്ലോ. അത് അന്ന് രാത്രി സീതയെടുത്തി അടുക്കള വാതിൽ അകത്തുനിന്ന് പൂട്ടിയതുണ്ടല്ലോ. ഞാൻ ലോക്കെടുത്ത് വെച്ചിരുന്നതാ, അവര് പിന്നെയും പൂട്ടി. ഇന്നതുണ്ടാവരുത്. ഞാനെന്തായാലും അടുക്കള വാതിലിന്റെ കുറ്റിയെടുത്ത് വെക്കും. 12 മണിയാവുമ്പോ നീ ഒന്നുകൂടെ വന്ന് നോക്കണം. എന്ത്? ആകാശത്ത് വാൽനക്ഷത്രം വന്നോന്ന്. എടാ കഴുതേ, അടുക്കള വാതിലിന്റെ കുറ്റി അവര് പിന്നെയും വന്നിട്ടിട്ടുണ്ടോന്ന്. മതി, അത് നീ മതി മതിന്ന് പറഞ്ഞ് ചിണുങ്ങുന്ന എന്തിനാ? നിന്നെ കാണാതെ നീ അടുത്തില്ലാതെ എനിക്ക് ഉറക്കം വരാത്തോണ്ടൊന്നും അല്ല ഞാൻ വരുന്നത്. സീതാ ബാലചന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടിയാ. അവരോട് നാളെ എനിക്ക് പറയണം, നിങ്ങളെ ഞാൻ തോൽപ്പിച്ചു എന്ന്. മതി, എന്നാലും അത് പറയുന്നതനുസരിക്കടാ. ഇന്ന് രാത്രി ഞാൻ വരും. വണ്ടി എടുക്ക്. ഇനി ഇതൊക്കെ എന്തിനാ ഇവിടെ വയ്ക്കുന്നത്? അച്യുതനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറക്കി കെട്ടേണ്ടി വരില്ലായിരുന്നു. നീ ഇപ്പൊ എന്തോ ചെയ്യാ? ഇതൊക്കെ കെട്ടി ഇറങ്ങുക തന്നെ. അതെ, അപ്പച്ചമ്മ ഇതെല്ലാം അമലാരിയിൽ വെക്കുന്ന എന്നാത്തിനാ? അമലാരിയല്ല, അലമാര. ആ അതല്ല, ഇത് പെട്ടിയാ കുട്ടിമണി. അല്ല അപ്പച്ചമ്മ എന്തിനാ പെട്ടിയെടുക്കുന്നേ? കെട്ടിയെടുക്കുന്നു എന്ന് പറയുന്നതാ കൊച്ചേ ശരി. ബാങ്കുകാർ കെട്ടിയെടുത്തോണ്ട് പോകാൻ പോകുമല്ലേ? അപ്പച്ചമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ. ലോൺ അടയ്ക്കാനുള്ള എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരും. ഓ, എന്തോന്ന് വഴി? ഒടേ തമ്പുരാൻ എന്താ മോളിൽ നിന്ന് താഴോട്ട് കാശ് ഇട്ട് തരുമോ? അതോ നോട്ടടിക്കാനുള്ള അച്ചുകൂടോ മഷി ഇട്ട് തരുമോ? ഇറങ്ങിയേ പറ്റൂ കൊച്ചേ. ആ, വല്ല അമ്പലത്തിന്റെ നടപ്പാതയിൽ പോയി പടച്ചോറ് നിന്ന് കിടക്കാം. ചത്ത ആരെങ്കിലും വലിച്ചു കുഴിച്ചിട്ടോളും. നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ കിടന്ന് ചീഞ്ഞ് നാറത്തില്ലയോ? അപ്പച്ചമ്മ ഇങ്ങനൊന്നും പറയാതെ. ഞാൻ പറഞ്ഞത് സത്യമല്ലയോ കൊച്ചേ? നിനക്ക് നിന്റെ വീടുണ്ട്, രവിക്ക് മതികല കൊച്ചിന്റെ വലിയ മാളികയുണ്ട്. ഈ പെണ്ണിനെ മനസ്സ് ഞാൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും. മനുഷ്യൻ കൊണ്ടുപോവാന്ന്. പിന്നെ ആർക്കും വേണ്ടാതൊരു ചുക്കരിയും മാറാലയും ഞാനും ശാരദയും നമശിവായ പാടിത്തീരാൻ ഇനി എത്ര കാലമെന്ന് ആർക്കറിയാം കൊച്ചേ? അതുവരെ നാമം ജപിച്ചു പോണം, അത്രേ ഉള്ളൂ. 2 പേർക്ക് ചുരുളാൻ എത്ര ഇടം വേണം? 2 വയർ നിറക്കാൻ എത്ര പിടി ചോറ് വേണം? എന്റെ പരുത്തിക്കാവിലമ്മേ. എത്ര ദിവസം ഇനി ഇവിടെ എനിക്കറിയില്ല ചോട്ടാ. അമ്മ രണ്ട് അപ്പച്ചമ്മ ഉണ്ടല്ലോ എല്ലാം കെട്ടിയെടുക്കുക. സാരിയും മുണ്ടും എല്ലാം പെട്ടിയിലോട്ട് എടുത്ത് വെക്കുക. എങ്ങാണ്ട് പോവാന്ന് ഞാൻ ചോദിച്ചപ്പോ കരഞ്ഞു. എനിക്ക് സങ്കടം വന്ന് ഞാനും കരഞ്ഞു. അയ്യോ, അമ്മയും കരയുവാന്നോ? എങ്കിൽ ഞാൻ പിന്നെയും കരയുവേ. നമുക്കെല്ലാവർക്കും പോയേ പറ്റൂ മോളെ. നമ്മുടെ വീട് ബാങ്കുകാര് ജപ്തി ചെയ്തോണ്ട് പോവാ. എന്തിനാ ബാങ്കുകാര് ജപ്തി ചെയ്യുന്ന? അവർക്കാർക്കും വീടില്ലേ? അമ്മേ, എന്നതാ ഈ ജത്തുപ്പി? നീ പറഞ്ഞു അമ്മ, എന്തുവാ ഈ ജത്തുപ്പി? മോളെ, ഞാൻ എങ്ങനെയാ കുട്ടിമണി നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കുക?
മോളെ ആ. അച്ഛയോട് പ്രാർത്ഥിക്കേ, നമ്മൾ ഇവിടുന്ന് പോവേണ്ടി വരില്ലേ എന്ന് പ്രാർത്ഥിക്ക. പ്രാർത്ഥിച്ച. അച്ഛേ, അതെ ഒരു വലിയ കാര്യമാണേ, കേട്ടോണേ. അതെ, ഇവിടെ ജത്തുപ്പി വരല്ലേ. ജത്തുപ്പി വന്നാലേ ഞങ്ങളെല്ലാരും ഇവിടുന്ന് പോണമേ. അച്ഛൻ മാത്രമായി പോവേ ഇവിടെ. അച്ഛേ, ജത്തുപ്പി വരാതെ നോക്കണേ അച്ഛേ. ജത്തുപ്പി വന്നാലേ ഓടിച്ചു വിടണേ അച്ഛേ. അവരുണ്ടല്ലോ പേടിച്ച് ഓടിപ്പോണേ. ഞാൻ അമ്മയും അപ്പച്ചമ്മയും ഒക്കെ കടിയുവാ. ജത്തുപ്പി വരുന്നുണ്ടോ അച്ഛേ? ആ ശരി ശരി, ഒരുപാട് താങ്ക്സ് അങ്കിളെ. ഓ വലിയ ആശ്വാസമായി. ഓക്കെ അങ്കിളെ, ഐ വിൽ കോൾ യു. ആ ബൈ ബൈ, ടേക്ക് കെയർ. കേട്ടോ അമ്മേ, നമ്മുടെ വീട് ബാങ്കുകാർ കൊണ്ടുപോകാതിരിക്കാൻ ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ട്. നേരോ? എന്നതാ മോളെ? കാശ് തന്ന് സഹായിക്കാന്ന് പറഞ്ഞു. ആര്? എന്റെ അങ്കിള്. അല്ല, അന്ന് വന്ന ആ ജയസേനൻ അങ്കിള്. ആ, പേരിൽ നരിയും പെരുമാറ്റത്തിൽ പുലിയൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടറിഞ്ഞ സഹായിക്കാനുള്ളൊരു മനസ്സങ്കിളിനുണ്ട്. മോളുടെ അങ്കിൾ എങ്ങനെ അറിഞ്ഞു നമ്മുടെ ഈ പ്രശ്നം? അത് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞതാ. ഓ, പിന്നെ കഴിഞ്ഞ ദിവസം അങ്കിളുടെ മുൻ സഞ്ജയ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അങ്കിള് കാശ് തരുവോ മോളെ? തരും, പക്ഷേ എന്താ മോളെ? അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല അമ്മേ. അങ്കിളിന് നമ്മൾ എന്തെങ്കിലും ഈടോ എഗ്രിമെന്റോ ഒക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പോ ചുമ്മാ ഒരു ഫോർമാലിറ്റി എന്നേ ഉള്ളൂ അമ്മേ. നമ്മള് നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടുന്നതിനേക്കാളും ബാങ്കുകാരുടെ കാല് പിടിക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ ഭേദമാണ് അമ്മ ഇത്. അതെ, അച്ചോട്ടിന് ഉറങ്ങിക്കിടക്കുന്ന മണ്ണ് അന്യാധീനപ്പെട്ടു പോകത്തില്ലല്ലോ. എന്നെ എഗ്രിമെന്റ് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറ. അമ്മയ്ക്ക് പേടിയുണ്ടോ എഗ്രിമെന്റ് എന്നൊക്കെ കേട്ടപ്പോ? എന്തിനാ മോളെ പേടി? മോളുടെ അങ്കിളിനല്ലേ എഗ്രിമെന്റ് കൊടുക്കുന്നത്, പുറത്താർക്കും അല്ലല്ലോ. എങ്കിലേ എന്റെ ഈ പൊന്നമ്മ വീട് നഷ്ടപ്പെടുമെന്ന് ആദ്യമൊക്കെ മാറ്റിവെച്ച് ഇന്നു മുതൽ സുഖമായിട്ട് ഉറങ്ങിക്കോ. ബാക്കിയൊക്കെ ഈ മതികളേറ്റു കേട്ടോ. ശരി. എന്റെ പരുത്തിക്കാവിലമ്മേ, അച്ചൂട്ടനറിയാലോ കാര്യങ്ങളൊക്കെ. നമ്മുടെ വീട് നഷ്ടപ്പെടാൻ പോവും അച്ചൂട്ട. അച്ഛേ, ജത്തുപ്പിയാ ജത്തുപ്പി. അത്രയും വലിയ പൈസ ഒരുമിച്ച് എവിടെ നിന്നെടുത്ത് ബാങ്കിൽ അടയ്ക്കാനാ അച്ചൂട്ട? ബാലിന്റെ ഒന്നുമില്ല. അച്ചൂട്ടനിരിക്കുന്ന ഈ മണ്ണ് അന്യാധീനപ്പെട്ടു പോകില്ലെന്ന് ഓർക്കുമ്പോ സഹിക്കുന്നില്ല. നമ്മുടെ വീടേ ജത്തുപ്പി ആവാതെ കാത്തോണ്ടേ അച്ഛേ. കലമോളുടെ വീട്ടുകാര് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ചോട്ട. പക്ഷേ എന്തോ ഉടമ്പടിയോ കടലാസോ ഒക്കെ ഒപ്പിട്ട് കൊടുക്കണമെന്ന്. അതല്ലാതെ മുമ്പിൽ വേറൊരു വഴിയില്ല അച്ചോട്ട. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയ. അച്ചോട്ടനെ ഞാൻ സങ്കടപ്പെടുത്തുകയാണെന്ന് കരുതില്ലേ അച്ചോട്ട? എന്റെ വിഷമങ്ങൾ പറയാൻ എനിക്ക് വേറെ ആരാ? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഒരു ഭാര്യയ്ക്കും അറിയത്തില്ല അതെന്തുമാത്രം വലിയ വെളിച്ചമാണെന്ന്, എന്തുമാത്രം വലിയ ഭാഗ്യമാണെന്ന്, എത്ര വലിയ ധൈര്യമാണെന്ന്. ഒരൊറ്റ നിമിഷം കൊണ്ട് ആ വിളക്ക് കെട്ടുപോകുമ്പോഴാ അച്ചോട്ടായി എല്ലാവരും സ്നേഹത്തിന്റെ വലിപ്പം തിരിച്ചറിയുന്നത്. ആ സ്നേഹത്തിന്റെ വലിപ്പവും വീണുപോയ ഇരുട്ടിന്റെ ആഴവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക അച്ചോട്ട ഞാനിപ്പോ.
എനിക്കറിയാം അച്ചൂട്ടൻ എന്റെ ഒപ്പം ഉണ്ടെന്ന്. ശരിയെന്ന് തോന്നുന്ന തീരുമാനം അതെന്തായാലും ഞാൻ എടുക്കും. അച്ചൂട്ടൻ എന്നോട് നിന്നോണേ. ശരണയ്യപ്പ. ആ അച്ഛേ, പിന്നുണ്ടല്ലോ വേറൊരു കാര്യമുണ്ടേ. അത് ഞാൻ പിന്നെ പറയാവേ. ഇപ്പൊ ഉറങ്ങിക്കോ. അച്ഛക്ക് രവിയേട്ടൻ മോശം, വേറൊരു പണിയില്ല. ആ രവിയേട്ടാ, ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ എന്റെ ചെക്കന്. മതി കഴിച്ചോ? ആ കഴിച്ചു രവിയേട്ടാ. എന്റെ പൊന്ന് കഴിച്ചോ? ഇല്ല മതി, കഴിക്കണം. അയ്യോ, എന്റെ പൊന്ന് വിശന്ന് നടക്കല്ലേ. അതേ കുറിച്ചുള്ള അധ്വാനം മതി നമുക്ക്. അല്ലാതെ താൻ ചെത്തുമീൻ പിടിക്കേണ്ട ഗതികൊണ്ടൊന്നും നമുക്കില്ലല്ലോ. മതി കിടന്നോ? ഇല്ല, ഞാനിവിടെ അടുക്കളയിൽ വെള്ളം എടുത്തോണ്ടിരിക്കുക. രാത്രിയിലെങ്ങാനും വെള്ളം എടുക്കേണ്ടി വന്നാ വീടിന് വലം വെക്കണ്ടേ? അല്ലെങ്കിൽ കിണറ്റിൻകരയിൽ പോയി കോരി കുടിക്കണം. ഇനിയിപ്പൊ ഇതും കൊണ്ട് അമ്മയുടെ മുറിയിൽ കൂടെ കേറിപ്പോണം. നോക്കണേ ഒരു വാതില് പൂട്ടിയതിന്റെ ഗതികേട്. എന്റെ പൊന്നെ, എന്നെ ഓർത്തൊന്ന് ക്ഷമിക്കേ. രവേട്ടനെ ഓർത്താ ഞാനിതൊക്കെ ക്ഷമിക്കുന്നതും സഹിക്കുന്നതും. എന്റെ ചെക്കനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ? എനിക്കറിയാം. ആ പിന്നെ മതി. എന്റെ പൊന്ന് രവേട്ട, പോയി ഭക്ഷണം കഴിക്ക്. ഇപ്പൊ നേരെ എത്രയായെന്നാ? അല്ല മതി, ഞാൻ ബാക്കി സംസാരമൊക്കെ നാളെ. ഫോൺ വെക്ക് ചെക്ക. ഓക്കെ, ഗുഡ് നൈറ്റ്. ഒരു കാര്യം ഞാനങ്ങോട്ട് പറത്തി വിട്ടിട്ടുണ്ടേ, ഒരു ഫ്ലൈങ്. പറത്തി വിട്ടിട്ടുണ്ടെന്ന് ഈ രാത്രിയില്. എന്നാത്തിനെയാ? വവ്വാലിനെയോ? ഫോൺ വിളിച്ച പിന്നെ വെക്കത്തില്ല. പുന്നാരം കിന്നാരം കൊഞ്ചല്. അല്ല, മോളിതാരുടെ തന്നെ സംസാരിക്കുന്നത്? രവേട്ടൻ ഇപ്പൊ വിളിച്ചിരുന്നു. രവേട്ടന്റെ ഓരോ തമാശകളെ. അമ്മ പൊയ്ക്കോ അമ്മേ, ഞാൻ വെള്ളം എടുത്ത് വാതിലും അടച്ചിട്ട് വന്നോളാം. അയ്യോ, അമ്മയുടെ മുറിയുടെ വാതിലടയ്ക്കരുത്. ഞാൻ അതുവഴി വേണമല്ലോ കയറി ഇറങ്ങി പോവാൻ. മൂക്കെ പിടിക്കാൻ തലയുടെ പിറകിലൂടെ കൈകൊണ്ടുവരുന്നെന്ന് കേട്ടിട്ടേ ഉള്ളൂ. വാതിലടയ്ക്കുന്നില്ല മോളെ. ശരി അമ്മേ. എടാ, ഞാൻ പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ? അതോ പോത്തുപോലെ കിടന്നുറങ്ങൂ? എന്തുവ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതോ പോത്തുപോലെ കിടന്നുറങ്ങൂന്ന്? ഉറങ്ങുന്നു അല്ല, ഉറങ്ങത്തില്ല. പേര് മഴയും പിടിച്ച് ഞാൻ ആ പ്രേത കിണറിന്റെ അടുത്തൂടെ വരുന്നത്, അറിയാലോ? അറിയാ മതി. ആ പിന്നെ രവേട്ടൻ ഇന്നിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മള് മാത്രമല്ല വേറൊരാളും കൂടി ഇവിടെ നിന്ന് ഉറങ്ങാതിരിക്കും. അതാര്? മാനത്ത് അമ്പിളിയമ്മാവൻ. എടാ, സീതയെടുത്തി. അവര് ചിലപ്പം വന്ന് അടുക്കള വാതിലിന്റെ കുറ്റിയിട്ട് വെക്കും. ഓയും മോഹോയും പറഞ്ഞ് നിൽക്കാതെ കുറെ കഴിയുമ്പോ നീ അടുക്കളയിൽ വന്ന് നോക്കണം, വാതില് കുറ്റിയിട്ടിട്ടുണ്ടോന്ന്. നോക്കണം. ആ പിന്നെ ഞാൻ മുറിയിന്നിറങ്ങാൻ നേരം നിനക്കൊരു മിസ് കോള് തരാം. ചെല്ല്, കൊണ്ടുചെന്ന് ഉറക്ക്. പുന്നാരം. ഉറങ്ങിക്കോ, ഞങ്ങൾ ഉറങ്ങാൻ പോവാ. രാമയുടെ മുന്നിലും കഥ പറഞ്ഞാലേ എന്നും പണ്ടേ വെക്കുമ്പോ നിന്നെ പണ്ടേ വെക്കാത്ത കഥ പറഞ്ഞു. ഓ, എന്നെ നീ അങ്ങ് ഉണക്കണ്ട.
ബാലേട്ടൻ എന്താ ഇത്രയും താമസിച്ച്? ഞാൻ ആകെ പേടിച്ചു പോയി. എന്താ ബാങ്കുകാരെ പേടിച്ച് ഞാൻ നാട് വിട്ടെന്ന് കരുതിയോ? കാശ് അടയ്ക്കാൻ എന്തെങ്കിലും വഴി കിട്ടിയോ ബാലേട്ടാ? അങ്ങേര് സഹായിച്ചിട്ടെന്തിനാ? ഈ വീടൊരു പോലീസ് സ്റ്റേഷൻ ആക്കാനോ? നമുക്ക് എന്തെങ്കിലും എതിർത്ത് പറയാൻ പറ്റുമോ ബാലേട്ടാ? നമ്മുടെ കയ്യിലുണ്ടോ കാശ്? അച്ഛൻ ഒരുപാട് മടച്ചുണ്ടാക്കിയ മണ്ണായത്. ഇത് നഷ്ടപ്പെടരുത്. പക്ഷേ ഇതിന് പുതിയ അവകാശികളും ഭരണക്കാരൊക്കെ വരികയെന്ന് വെച്ചാ ബാലേട്ടൻ എന്താ ഇത്രയും താമസിച്ച്? ഞാൻ ആകെ പേടിച്ചു പോയി. എന്താ ബാങ്കുകാരെ പേടിച്ച് ഞാൻ നാട് വിട്ടെന്ന് കരുതിയോ? കാശ് അടയ്ക്കാൻ എന്തെങ്കിലും വഴി കിട്ടിയോ ബാലേട്ടാ? എന്തു വഴി? കൈ നീട്ടാവുന്നിടത്തൊക്കെ കൈ നീട്ടി. ഒരു പലിശക്കാരനെ കാണാൻ പോയതാ ഇത്രയും താമസിച്ചത്. എല്ലാ ബന്ധങ്ങളെയും നിയന്ത്രിക്കുന്നത് കാശാണെന്ന് മനസ്സിലായിടും. പണമില്ലാത്തവൻ പിണമല്ല, അതിലും താഴെയാ. ബാലേട്ടൻ കാശ് ചോദിച്ചവരൊക്കെ എന്തു പറഞ്ഞു? നമ്മളൊരു സഹായം ചോദിക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ടൈറ്റ് ആവുമല്ലോ. ജൂൺ മാസമല്ലേ, മഴയല്ലേ, സ്കൂൾ തുറപ്പല്ലേ, അല്ലെങ്കിൽ തരാമായിരുന്നെന്ന്. ചിലര് പറഞ്ഞത് ഇന്നലെ ചോദിച്ചിരുന്നെങ്കിൽ സഹായിക്കാമായിരുന്നെന്നാ. വേറെ ചിലര് പറഞ്ഞത് ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് കാശെടുത്ത് മറിച്ചെന്ന്. സങ്കടപ്പെടണ്ട ബാലേട്ടാ, കാശിന്റെ കാര്യം വരുമ്പോ എല്ലാരും അങ്ങനാ. ജീവിതത്തിൽ കുറച്ച് സമ്പാദ്യമൊക്കെ വേണമെന്ന് ഉപദേശിച്ചവരുമുണ്ട്. എങ്ങനെ കടവിടുവാക്കാമെന്ന് ക്ലാസ് എടുത്തവരുമുണ്ട്. മുങ്ങിച്ചാവാൻ തുടങ്ങുന്നവനോട് എന്താ നീന്തൽ പഠിക്കാതിരുന്നതെന്ന് ചോദിക്കുന്നവരാ എല്ലാം. എല്ലായിടത്തും പണമാ വലുത്. രവി പറയും പോലെ എങ്ങനെയും പണം ഉണ്ടാക്കണം. അതൊക്കെ വെറും മണ്ടൻ തോന്നലുകളാ ബാലേട്ടാ. നമുക്കിപ്പോ പണം ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നതാ. നോട്ടുകെട്ടി തിന്ന് ആർക്കെങ്കിലും വിശപ്പ് മാറ്റാൻ പറ്റുമോ? നോട്ടുകെട്ടി തല വെച്ച് കിടന്നാ മനസമാധാനം കിട്ടുമോ? ഒക്കെ ശരിയാടോ, പക്ഷേ ഇല്ലാത്തവന് പണം തന്നെയാ വലുത്. ആ, കല വീട് രക്ഷപ്പെടുത്തിയെടുക്കാൻ എന്തോ ഐഡിയ അമ്മയോട് പറയുന്ന കേട്ടു. എന്താ ഐഡിയ? കലമോളുടെ അങ്കിൾ സഹായിക്കുമെന്ന്. പക്ഷേ അങ്ങേർക്ക് എന്തൊക്കെയോ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങേര് സഹായിച്ചിട്ടെന്തിനാ? ഈ വീടൊരു പോലീസ് സ്റ്റേഷൻ ആക്കാനോ? നമുക്ക് എന്തെങ്കിലും എതിർത്ത് പറയാൻ പറ്റുമോ ബാലേട്ടാ? നമ്മുടെ കയ്യിലുണ്ടോ കാശ്? അച്ഛൻ ഒരുപാട് മടച്ചുണ്ടാക്കിയ മണ്ണായത്. ഇത് നഷ്ടപ്പെടരുത്. പക്ഷേ ഇതിന് പുതിയ അവകാശികളും ഭരണക്കാരൊക്കെ വരികയെന്ന് വെച്ചാ ബാലേട്ടൻ അതൊന്നും ഓർത്ത് ഇപ്പോഴേ ആദ്യ കൊള്ളണ്ട. എല്ലാം കണ്ടുകൊണ്ട് ദൈവം മുകളിലില്ലേ? ആ, ഞാൻ കഴിക്കാൻ എടുക്കട്ടെ ബാലേട്ടാ? ചോറ് ചൂടാക്കാൻ ഞാൻ. വേണ്ടടോ, വിശപ്പില്ല, കിടന്നേക്കാം. ഒരുപാട് ദൂരം വണ്ടി ഓടിച്ചതിൻ്റെ ആവും. നല്ല ക്ഷീണമുണ്ട്.